പൂജയ്ക്ക് സമയമായിട്ടും ആനന്ദിനെ കാണുന്നില്ലല്ലോ. ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടതാ അവനോട്. ചേച്ചി, ഞാനിന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. വേണ്ട, ഞാൻ വിളിക്കാം. ആ ചേട്ടാ, ഫോൺ വിളിക്കണ്ട, ദേ ആനന്ദ് എത്തി. ആ അടുക്കളക്കാരിയെ മുൻ സീറ്റിലിരുത്തി വന്ന് കേറുന്നത് കണ്ടില്ലേ? വൃത്തികെട്ടവൻ. അതല്ല, ഇവളെങ്ങനെയാ ആനന്ദിന്റെ കൂടെ കാറി കയറിയത്? ചേച്ചി നിന്നോട് പഞ്ചാമൃതം റെഡിയാക്കി വേറെ കാറിലല്ലേ വരാൻ പറഞ്ഞത്? എന്നിട്ട് നീ എങ്ങനെ ആനന്ദിന്റെ കൂടെ വന്നത്? ഓഫീസിൽ പോയ ആനന്ദ് നിന്നെ വിളിക്കാൻ വീട്ടിൽ വന്നോ? അതോ ആനന്ദിനെ നീ വിളിച്ചു വരുത്തിയതോ? എന്താടി നിന്റെ ഉദ്ദേശം? ഇളയമ്മ കല്യാണിയെ ചോദ്യം ചെയ്ത് സമയം കളയണ്ട. കല്യാണി വന്ന കാറ് ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കായിരുന്നു. മെക്കാനിക്ക് വന്നാലേ അത് ശരിയാവുന്ന ഡ്രൈവർ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ അതുവഴി വന്നപ്പോ കല്യാണിയോട് കയറാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓഹോ, കാറ് ബ്രേക്ക് ഡൗൺ ആയെങ്കിലേ ഇവക്ക് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വന്നൂടായിരുന്നോ? ഇവള് നിന്റെ കാറിലേ വരുള്ളൂന്ന് എന്താ ഇത്ര വാശി? വാശിയൊന്നുമില്ല. കല്യാണി കാറിൽ കയറില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ ഇവിടെ പൂജയ്ക്ക് സമയമായി കയറെന്ന് നിർബന്ധിച്ചത് ഞാനാ. വിലാസിനി, ഇത് ക്ഷേത്രമാണ്. ഇവിടെ സംസാരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നീ അതെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ശിവരാമേട്ട, ഞാൻ വിലാസിനി മതി. പൂജ തുടങ്ങാൻ നേരമായി. നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു. വാ. ശരിടാ. ആനന്ദേ, നീ ഒന്ന് വന്നേ. എന്തു പറ്റി? വാടാ, ഇങ്ങോട്ട് വാടാ. ആനന്ദേ, നീ കല്യാണിയോട് സംസാരിച്ചോ? സൂപ്പർടാ. നീ വഴിക്ക് വെച്ച് കാറ് നിന്നെ ഇറക്കി വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ എന്തോ പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണെന്ന്. ആ പറ, കല്യാണി എന്തു പറഞ്ഞു? എല്ലാം ഓക്കെ അല്ലേ കാര്യങ്ങള്? ആ മജു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾക്ക് നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞില്ലേ? അത് അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? എന്തു പറ്റി? അവൾക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആലോചിക്കട്ടെ എന്ന്. ഉത്തരം യെസ് എന്നായിരിക്കും, എനിക്ക് ഉറപ്പാ. ഏയ്, അതൊന്നും അല്ല. എടാ, ഇതുവരെ ഞാൻ കല്യാണിയോട് എന്റെ പ്രണയം പറഞ്ഞില്ല. പറ്റിയില്ല എനിക്ക്. പറഞ്ഞില്ലേ? കാറി വരുന്ന സമയത്ത് സംസാരിച്ചൊന്ന് നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ എന്ത് കുന്തവാ നീ അവളോട് സംസാരിച്ചേ? അത് എങ്ങനെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാ പിന്നെ പഞ്ചാമൃതത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാന്ന് കരുതി അതെടുത്തിട്ടു. അവൾ അത് പിടിച്ച് അതെങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ടിപ്സ് പറയാൻ തുടങ്ങി. അതോടെ ഞാൻ പെട്ടുപോയി. ഓഹോ, അപ്പൊ മച്ചു ഒരു കാര്യം ചെയ്യും. ചെമ്പരത്തിപ്പൂവിനെ കുറിച്ച് പറഞ്ഞ് ഹെർബൽ കമ്പനി ആരംഭിച്ചതുപോലെ ഒരു പഞ്ചാമൃത കമ്പനി അങ്ങ് തുടങ്ങ്. എന്നിട്ട് എല്ലാ അമ്പലങ്ങൾക്കും സപ്ലൈ ചെയ്യും. വൃത്തികെട്ടവൻ. എടാ, ഞാൻ പറയണമെന്ന് എന്നെ വിചാരിച്ചാടാ, പക്ഷെ പറ്റിയില്ല. കഷ്ടം. MBA ഫോറിനിൽ പഠിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ മുട്ടിടിക്കുന്നു. കൊള്ളാം. ആ അത് പോട്ടെ,
ക്ഷേത്രത്തിൽ എത്തുന്നത് വരെ പഞ്ചാമൃതത്തെ കുറിച്ച് മാത്രമാണോ സംസാരിച്ചത്? അല്ല, ഈ പഞ്ചാമൃതം കഴിഞ്ഞപ്പോ അവൾ അതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചായി ചർച്ച. നന്നായി, നിനക്കത് തന്നെ വേണം. ഒരു കാര്യം ഞാൻ പറയാനത്, നീ താജ്മഹലിൽ വെച്ച് കല്യാണിയോട് പ്രണയം പറയാന്ന് പറഞ്ഞിരുന്നല്ലേ? ഇനി താജ്മഹൽ എന്നല്ല, ലണ്ടനിലെ ഡയാന സ്ക്വയറിൽ പോയാലും ഇതുപോലെ പഞ്ചാമൃതം എങ്ങനെ ഉണ്ടാക്കാന്ന് സംസാരിച്ച് തിരിച്ചു വരും. അത്ര തന്നെ. എടാ, അത് ഒരു പരിചയം ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പ്രണയം പറയാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് ഇത്രയും പരിചയമുള്ള കല്യാണിയോട് പ്രണയമാണെന്നൊക്കെ പറയാൻ എനിക്കെന്തോ ഒരു മടി. മാത്രമല്ല, കല്യാണിയോട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കൈ കൊടുത്തതാ ഒരിക്കലും. പെട്ടെന്ന് എന്ന് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ നിനക്കത് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ അവസ്ഥയിൽ വരണം. ശരി, അപ്പൊ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. 4-5 കൊല്ലം കാമുകന്മാരായി നടന്ന് പ്രണയിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ബ്രോ എന്ന് വിളിച്ച് കൈ കൊടുത്ത് പിരിയുന്ന ഈ കാലത്താ നിന്റെ ഒരു ന്യായം. കഷ്ടം തന്നെ. നീ വന്നടാ, വേറൊരു വഴിയുണ്ട്, വാ. ചേച്ചി, എണ്ണ വേണം. ചേച്ചി, ആ രാധാകൃഷ്ണനെ ഇങ്ങെടുക്കോ? ഇതിനെന്താ വില? 180 രൂപ. ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചേക്കണേ. പൂജ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ശരി. ഉച്ചയ്ക്ക് അടച്ചാ വൈകിട്ട് പിന്നെ അമ്പലം തുറക്കുമ്പോഴേ കടയും തുറക്കൂ. അതിനു മുമ്പ് വന്ന് വാങ്ങിച്ചോളാം ചേച്ചി. ചേച്ചി മാറ്റി വെച്ചിരുന്നാ മതി. ശരി. നീ വാ. കൈ നിറോ. നീ എന്നെ ഇത് എവിടേക്കാ വിളിച്ചോണ്ട് പോകുന്നേ? കല്യാണി ഇപ്പൊ ഇതിലെ പോയതാ മച്ചു. ഇപ്പൊ തന്നെ നിന്റെ കാര്യം ഓക്കെ ആക്കാന്ന് വെച്ചതാ. ചേടാ, എന്നാലും ഇത് എവിടെ പോയി? നീ വാ, വാ. എനിക്കറിയില്ല, എന്തോ ഒരു ടെൻഷൻ പോലെ. വലിയ കുഞ്ഞിന് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. എന്താ, ശരിയല്ലേ? അതെ, അത് മനസ്സിലെന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് പറയുന്നു. എന്നോടൊരു കാര്യം പറയാൻ എന്തിനാ ഇങ്ങനെ മടിക്കണേ? അല്ല, അതല്ല കല്യാണി, ഞാൻ പറഞ്ഞ നീ അതിനെ തെറ്റായിട്ട് എടുത്താലോ എന്ന് കരുതിയിട്ട്. ഒരു തെറ്റുമില്ല വലിയ കുഞ്ഞ്.
സത്യം പറഞ്ഞാ ഞാനിത് അങ്ങോട്ട് പറയാനുള്ളതായിരുന്നു, മറന്നുപോയതാ. രാവിലെ നടത്താനിരുന്ന പൂജ ഇപ്പൊ ഇവിടെ വെച്ച് നടത്താൻ പറ്റുമെന്ന് അറിയാനല്ലേ വല്യുഞ്ഞി എന്റെ അടുത്ത് വന്നത്. അതേ കല്യാണി. അതെന്താ അപ്പൊ ഞാൻ ചെയ്യാത്തതെന്നല്ലേ? ഇന്ന് വല്യുഞ്ഞിന്റെ പേരിലല്ലേ ഇവിടെ പൂജ നടക്കണേ. ഒരു ദിവസം തന്നെ ഒന്നിലധികം പൂജകൾ ഒരുമിച്ച് നടത്താൻ പാടില്ല, ഫലം കുറയുന്നാ പറയണേ. അതുകൊണ്ടാ ഞാൻ പിന്നെ നിർബന്ധിക്കാഞ്ഞത്. കല്യാണി, ഉം. ആ എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ വല്യുഞ്ഞേ, എന്താ കാര്യം? അത് കല്യാണി. ആനന്ദേ, തോലച്ച്. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നിന്നെ ചേച്ചി വിളിക്കുന്നുണ്ട്, പൂജ തുടങ്ങാൻ സമയമായിന്ന്. എന്താടി ഒറ്റയ്ക്കൊരു പ്രാർത്ഥന? ആനന്ദിനെ മയക്കെടുക്കാൻ വേണ്ടിയാണോ നിന്റെ ഈ വിളക്ക് വെക്കലൊക്കെ? മേഡം എന്തൊക്കെയാ പറയണേ? ഞാൻ അങ്ങനെയൊന്നും. ഒന്നും പറയണമെന്നില്ല. നിന്നെ പോലുള്ള അടുക്കളക്കാരികളെയൊക്കെ കണ്ണ് ചിമാതെ വാച്ച് ചെയ്തില്ലെങ്കിലേ വലിയ വീട്ടിലെ ചെക്കന്മാരെ മയക്കെടുത്ത് നീയൊക്കെ രായ്ക്കരാമാനെ ഒളിച്ചോടിക്കളയും. അവളുടെ ഒരു മോന്ത കണ്ടില്ലേ, വൃത്തികെട്ടവള്. ഛേ. ചേച്ചി, ഇത് ഏത് ദേവിയാ? ഇത് സുമംഗലി ദേവിയുടെ വിഗ്രഹ. നീ ആദ്യമായിട്ട് വരുന്നോണ്ടാ നിനക്കിത് അറിയാൻ വയ്യാത്തത്. താലി ഇങ്ങനെ കയ്യിലെടുത്ത് സുമംഗലി ദേവിയെ പ്രാർത്ഥിച്ച താലി കെട്ടിയ പുരുഷന് ആയുരാരോഗ്യ സൗഖ്യം കിട്ടുമെന്ന വിശ്വാസം. നാളെ കല്യാണം കഴിയുമ്പോൾ നിനക്കും പ്രാർത്ഥിക്കേണ്ടി വരും. ദേവി, വല്യുഞ്ഞിനെന്നും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കൊടുക്കണേ. എല്ലാ ആപത്തുകളിൽ നിന്നും നീ തന്നെ കാക്കണേ, രക്ഷിക്കണേ ദേവി. ഭാഗ്യം തരുന്ന സുമംഗലി ദേവിയുടെ മുന്നിൽ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചരടം പിടിച്ച് ഇവള് പ്രാർത്ഥിച്ച് നിൽക്കണമെങ്കിൽ ഇതിലെന്തോ രഹസ്യമുണ്ട്. ഇതിപ്പൊ തന്നെ അഖിലേച്ചിയോട് പറഞ്ഞ് ഇവളുടെ രഹസ്യത്തിന്റെ ചുരുൾ അഴിക്കണം. ഇപ്പൊ ശരിയാക്കി തരാടി.
അല്ല കൃഷ്ണേട്ടാ, ഞാൻ ചേച്ചി? പറഞ്ഞില്ലേ. വിലാസിനെ, നീ ഇതെവിടെയായിരുന്നു? ആ, ഞാനിവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആ, ചേച്ചി കാണുന്നില്ലെന്നേ ഉള്ളൂ. ചേച്ചി കാണാത്ത പലതും നടക്കുന്നുണ്ട് ഇവിടെ. വിലാസിനെ, നിനക്ക് എന്ത് പറ്റി? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അത് ചേച്ചി, ഞാൻ ഇങ്ങനെ ഉപദേവതമാരെയൊക്കെ തൊഴുതു വരികയായിരുന്നു. അപ്പോഴാ കണ്ടത് കല്യാണി ആ സുമംഗലി ദേവിയുടെ മുമ്പില്. അയ്യോ, അതൊന്നും അല്ല ചേച്ചി എന്റെ സംശയം. ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി കല്യാണം കഴിഞ്ഞ സ്ത്രീകളാ താലിമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവളെന്തിനാ ചരട് കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നത്? വിലാസിനി, അമ്പലത്തിൽ വന്നാലും നിനക്ക് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാലേ സമാധാനം കിട്ടൂല്ലേ? ആ, കഷ്ടം തന്നെ. അയ്യോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ശിവരാമേട്ടാ. ഞാൻ കണ്ട കാര്യം ചേച്ചിയോട് പറഞ്ഞെന്നേ ഉള്ളൂ. ദേ നോക്ക്, അവള് വരുന്നത് കണ്ടില്ലേ? ഒന്നും അറിയാത്ത പഞ്ചപാവത്തെ പോലെ പഠിച്ച കള്ളിയോ അവള്. എവിടെയായിരുന്നു കല്യാണി നീ ഇതുവരെ? വിളക്ക് തെളിയിച്ച് ദേവിയെ തൊഴുതു വരിക മാഡം. ഏത് ദേവിയെ? കല്യാണം കഴിഞ്ഞ് താലി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്ത്രീകള് താലി കെട്ടിയ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാ സുമംഗലി ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത്. അവിടെ നിന്റെ താലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോന്നാ ചോദ്യം. ദേവി, ഇവരെല്ലാം കണ്ടെന്നാണല്ലോ തോന്നണേ. ഞാനിപ്പോ എന്താ പറയാ? നീ തന്നെ കാക്കണേ ദേവി. എന്തു പറ്റിയടി ഒരു മിണ്ടാട്ടോ ഇല്ലാത്ത? നീ അവിടെ ചെയ്യുന്നൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോ? എന്താ നിന്റെ വായടഞ്ഞു പോയത്? അതോ ഇനി എന്ത് തന്ത്രം ഇറക്കി ഇതിന്ന് രക്ഷപ്പെടാന്ന് ചിന്തിക്കുകയാണോ നീ? വിലാസിനെ, കൂടുതൽ സംസാരമൊന്നും വേണ്ട. കല്യാണി, നിന്റെ കഴുത്തിൽ മഞ്ഞച്ചരടുണ്ടോ? അത് മാത്രം പറഞ്ഞാൽ മതി. ചോദിച്ചത് കേട്ടില്ലേടി? നിന്റെ കഴുത്തിൽ മഞ്ഞച്ചരടുണ്ടോന്ന്. ഉണ്ട് മാഡം. കണ്ടില്ലേ ചേച്ചി, മഞ്ഞച്ചരട് ഉണ്ടെന്ന്. സുമംഗലി ദേവിയുടെ മുന്നിൽ തൊഴുത് പിടിക്കണമെങ്കിലേ അത് താലിച്ചരട് അല്ലാതെ പിന്നെ എന്താകാനാ?